മാവേലി നാടുവാണിരുന്ന കാലം എന്ന് പറയുന്ന പോലെ ഒരു കാലഘട്ടമായിരുന്നു ആ ടൗൺഷിപ്പിലെ FACT ജീവനക്കാരുടെ ജീവിതം. ജാതിയോ മതമോ ഒന്നുമില്ല. കാലത്ത് 8 മണിക്ക് കയറിയാൽ രാത്രി 10 മണി, 9 മണി, 8 മണി അവർ പറയുന്നവരെ ജോലി ചെയ്തോളണം. അങ്ങനെ ഭയങ്കര വിവേചനമായിരുന്നു. തൊഴിലാളികൾ ക്യാഷ് ലേബേഴ്സായിരുന്നു. അവരുടെ ഒരു ദിവസത്തെ കൂലി 2.5 രൂപ. ഒരു ന്യായമായ കൂലി എന്ന് പറയാൻ അവിടെ കിട്ടിത്തുടങ്ങിയത് 97 എഗ്രിമെൻറ്റിന് ശേഷമാണ്. സേഫ് ഫാക്ട് പ്രസ്ഥാനം. അതിൽ ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്ത ചന്ദ്രൻപിള്ളയാണ്. ഒരു കാലത്ത് FACTയിൽ ജോലിക്ക് കയറാൻ ആളില്ലായിരുന്നു. വിറക് ചുമന്ന് തലക്ക് കൊണ്ടുവന്ന് വിറകിട്ടിട്ട് ബോയിലർ കത്തിക്കണേ. പോലീസ് ഓടിച്ചിട്ട് പിടിച്ച് കമ്പനി കയറ്റുവർ. മനസ്സിലായ? അപ്പോൾ അത് ഒരു കാലഘട്ടം. FACT സ്റ്റോറിൽ നിന്നാണ് സാധനം വാങ്ങിക്കുന്നത്. ആ ബുക്കും കൊണ്ടുപോയാൽ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ ഒന്നിച്ച് വാങ്ങിച്ചുകൊണ്ടെന്ന് വയ്ക്കും. ആ ഒന്നിച്ച് വാങ്ങിക്കുന്ന സാധനം കൊണ്ട് ഒരു മാസം കഴിയണം. ഇടയ്ക്ക് വാങ്ങിക്കാൻ നിവൃത്തിയില്ല. 25 ദിവസം കൊണ്ടത് തീർന്ന പട്ടിണിയാണ്. അത്ര ദാരിദ്ര്യത്തിലായിരുന്നു. അതിലെ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുകയെന്ന് വെച്ചാൽ പെരുന്നാളിന് ഒരു വസ്ത്രം വാങ്ങിക്കും, സ്കൂൾ തുറക്കുമ്പോൾ ഒരു വസ്ത്രം വാങ്ങിക്കും. 2 ജോഡിയാണ്. അങ്ങനെ ജ്യേഷ്ഠൻ FACT കൊച്ചിൻ ഡിവിഷനിൽ സർവീസിൽ ഇരിക്കാതെ മരിച്ചു പോയതാണ്. 23 വയസ്സിൽ മരിച്ചു. ജ്യേഷ്ഠൻ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ പിന്നീട് ഞാനാണ് വളർത്തിയത്. ഞാൻ ആദർശ FACT സ്കൂളിൽ പഠിച്ച ആളാണ്. ഉപ്പാക്ക് വലിയ ഇഷ്ടപ്പെട്ട മോനായിരുന്നു അവൻ, എൻ്റെ ഉപ്പാക്ക്. അപ്പോൾ ഇവിടെയായിരുന്നു അവന് കൂടുതൽ സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഉപ്പയാണ് അവനെ കൊണ്ടുപോയി പാട്ട് പഠിപ്പിക്കാൻ ചേർത്തു. അങ്ങനെ ഫാക്ടറി സ്കൂളിൽ ചേർത്തും ഉപ്പായാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നെ പറ്റിയുള്ള സ്നേഹം ഉണ്ടെന്നുള്ളത് എനിക്ക് അന്ന് പ്രകടമായി. കാരണം അത് എന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത എൻ്റെ ഒരു അനുഭവമായിരുന്നു റായ് സാറിൻ്റെ ആ വരവും പോക്കും. ഹലോ, നമസ്കാരം. എൻ്റെ പേര് PS അഷ്റഫ്, പാണാട്ടിൽ വീട്, ഏലൂർ ഈസ്റ്റ്. ഞാൻ 1977 FACT കൊച്ചിൻ ഡിവിഷനിൽ ലോഡിംഗ് ഹെൽപ്പറായിട്ട് ജോലിക്ക് കയറിയതാണ്. അതിനുശേഷം 2012 FACTയിൽ നിന്ന് റിട്ടയർഡാകുന്നത്. ഇതിനിടയിൽ ഏതാണ്ട് 34 വർഷക്കാലം FACTയിലെ CIT യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയായി വർക്ക് ചെയ്തിരുന്നു. റിട്ടയർഡായതിനു ശേഷവും 10 വർഷക്കാലം ഫാക്ട് എംപ്ലോയീസ് അസോസിയേഷൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് തുടരാൻ എനിക്ക് കഴിഞ്ഞു. എൻ്റെ രക്തവും എൻ്റെ ജീവനും FACTയാണ്. കാരണം എൻ്റെ ഫാദർ FACTയിലെ ജീവനക്കാരനായിരുന്നു. അവിടുത്തെ യൂണിയൻ്റെ ഭാരവാഹിയായിരുന്നു. എൻ്റെ ബാല്യകാലത്ത് FACT സ്കൂളിലാണ് ഞാനും എൻ്റെ ഫാമിലി മുഴുവൻ പഠിച്ചിരുന്നത്. ഫാക്ട് സ്കൂളെന്ന് പറഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും സ്റ്റാൻഡേർഡ് കൂടിയ ഒരു സ്കൂളായിരുന്നു. ആ സ്കൂളിൽ ഒരു കാലത്ത് വിദ്യാർത്ഥി സ്വാതന്ത്ര്യം നിലനിന്ന കാലത്ത് KSUവിൻ്റെ ആധിപത്യമായിരുന്നു. ഞാൻ ആ സ്കൂളിൽ ചേർന്നതിന് ശേഷം ഏതാണ്ട് 8ാം ക്ലാസ് മുതൽ SFIയുടെ പ്രവർത്തകനായിട്ട് മാറി. അങ്ങനെ SFIയുടെ ഒരു പാർലമെൻറ്റ് ആ സ്കൂളിൽ വരാനിടയായത്, അതിന് തുടക്കം കുറിച്ചത് എൻ്റെ കാലഘട്ടത്തിലാണ്. ആ കാലയളവ് മുതൽ ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ, SFIയിലൂടെ, അതുപോലെ KSYFയിലൂടെ ഞാൻ CPMൻ്റെ സജീവ പ്രവർത്തകനായിട്ട് മാറി. അന്ന് മുതൽ ഇന്ന് വരെ ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിച്ചു വരികയാണ്.
അതോടൊപ്പം തന്നെ എൻ്റെ ഫാദറിൻ്റെ മാർഗനിർദ്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമാണ് എനിക്കും എൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും പിന്നീട് അനുഭവമായി തീർന്നത്. അത് ഞങ്ങളിപ്പോഴും കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ്. 1477 ഞാൻ FACT കൊച്ചിൻ ഡിവിഷനിൽ ലോഡിംഗ് ഹെൽപ്പറായിട്ട് പ്രവേശിക്കുന്നത്. അന്ന് ലോഡിംഗ് ഹെൽപ്പർ തസ്തികയിലേക്ക് ഓപ്പൺ വാണ്ടട്ടി കൂടി നിയമനം നടന്ന കാലഘട്ടമാണ്. 100 കണക്കിന് ആളുകളാണ് ടെസ്റ്റിന് വന്നത്. അന്നത്തെ ടെസ്റ്റ് വളരെ കഠിനമായിരുന്നു. ഒരാൾ 20 ടൺ തലച്ചുമട് വളം ചുമക്കണം. 50 കിലോ ബാഗ് ഒരാൾ ഒരു നിശ്ചിത സമയത്തിനകം 20 ടൺ ചുമക്കണം. അങ്ങനെയുള്ള ആ പ്രാക്ടിക്കൽ പരീക്ഷയിൽ പാസ്സാകുന്നത് വളരെ അപൂർവം പേരാണ്. അങ്ങനെ പാസ്സാകുന്നവരെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി ആ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് നിയമനം നടക്കുന്നത്. അങ്ങനെയാണ് എനിക്കെല്ലാം അവിടെ ജോലി കിട്ടിയത്. ആ ജോലി കിട്ടിയതിന് ശേഷം ബാഗ് ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ കൊച്ചിൻ ഡിവിഷനിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ കൂട്ടത്തോടെ ജോലി ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതും കഠിനാധ്വാനമുള്ള ജോലിയാണ്. ഞാനവിടെ ജോലി പ്രവേശിക്കുമ്പോൾ അവിടെ FACTയുടെ 1976, 74, 75 കാലഘട്ടം എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ആരംഭിച്ച സമയമാണ് കൊച്ചിൻ ഡിവിഷൻ്റെ. ട്രേഡ് യൂണിയൻ അംഗീകാരം ലഭിക്കാൻ വളരെ പ്രയാസമായിരുന്നു. അന്ന് അതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് വർക്കിയാശാൻ, ഇളയത്, അതേപോലെ നിരവധി സഹാക്കൾ അവരെ സഹായിക്കാൻ ഏറ്റവും കൂടുതൽ ആ പ്രദേശത്തെ പാർട്ടിയുടെ ഒരു രക്ഷകനായിട്ട് നിന്ന് കുഴലി ഭാസ്കരൻ, CV ഔസേപ്പ്, അതേപോലെ ആ യൂണിയനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന TK രാമകൃഷ്ണൻ, KN രവീന്ദ്രനാഥ്, MM ലോറൻസ്, ഇവരെല്ലാം വിവിധ സന്ദർഭത്തിൽ വിവിധ ആവശ്യങ്ങൾക്ക് യൂണിയനെ സഹായിക്കാൻ വേണ്ടി ആ പ്രദേശത്തുണ്ട് നിരവധി പോരാട്ടങ്ങൾ. അങ്ങനെ ആ പോരാട്ടങ്ങൾ ഏതാണ്ട് 800ഓളം താൽക്കാലിക ജീവനക്കാരാണ് ആ കൺസെഷൻ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നത്. 800 പേരിൽ 211 പേർ മാത്രമാണ് കൂലി വേലക്കാരുണ്ട് ഉണ്ടായത്. എന്ന് വെച്ചാൽ കമ്പനിയുടെ ലേബർ സപ്ലൈയിൽ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും കോൺട്രാക്ട് വ്യവസ്ഥയിൽ പണി ചെയ്തിട്ട് ഈ 211 പേരെ വെച്ച് മറ്റു തൊഴിലാളികളെയും കൂടി ചേർത്ത് യൂണിയൻ രൂപീകരിച്ചപ്പോൾ 76 രൂപീകരിക്കാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെയാണ് ആ യൂണിയൻ രൂപീകരിച്ചത്. അങ്ങനെയാണ് ആദ്യത്തെ യൂണിയൻ ഫാക്ട് എംപ്ലോയീസ് യൂണിയൻ അവിടെ രൂപീകരിച്ചു. ഒറ്റ യൂണിയനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് വിവിധ യൂണിയനുകളായിട്ട് വന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്നു മുതൽ പിരിയുന്നത് വരെ വിവിധ സംഘടനകൾ 4 സംഘടനകളുണ്ടായതും കീരിയും പാമ്പും പോലെ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടമാണ്. ഓരോ യൂണിയനും പരസ്പരം കിടമത്സരങ്ങളായിരുന്നു. നിരവധി സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ അനുഭവം, അന്ന് ഇത്രയും ശത്രുക്കളായി പിരിഞ്ഞുപോയ ആളുകൾ എല്ലാവരും ഇന്ന് സുഹൃത്തുക്കളാണ്. എല്ലാവരും രാഷ്ട്രീയം നോക്കാതെ ഇന്ന് സുഹൃത്തുക്കളാണ്. അന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും കമ്പനിയുടെ ഉയർച്ചയ്ക്കും കമ്പനിയുടെ കലഹത്തിനും തൊഴിലാളികളുടെ ഉന്നമനത്തിനും വേണ്ടി എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറി ഒറ്റക്കെട്ടായി നിന്നും മാനേജ്മെൻറ്റിനും ഗവൺമെൻറ്റിനെതിരെ പോരാടുന്ന ഒരു സന്ദർഭമാണ് അന്നുണ്ടായിരുന്നത്. ആ പോരാട്ടത്തിൽ മുഴുവൻ തൊഴിലാളികളും അണിയരക്കുമായിരുന്നു. ഇന്നത്തെ സ്ഥിതി അതല്ല. ഇന്ന് തൊഴിലാളികൾ തന്നെ വളരെ ഒരു ന്യൂനപക്ഷമാണ് സംഘടനകളിൽ സജീവമാകുന്നത്. സംഘടനകളുടെ പ്രാതിനിധ്യത്തെ തൊഴിലാളികളുടെ എണ്ണം തന്നെ ഗണ്യമായി കുറഞ്ഞു എന്ന് മാത്രമല്ല, ഉള്ള തൊഴിലാളികൾക്ക് തന്നെ സംഘടന വേണമോ എന്നുള്ള ചിന്തയാണ്. സംഘടനയിൽ സജീവമായിട്ട് വരുന്നത് വളരെ നാമമാത്രമായ തൊഴിലാളികളാണ്. അന്ന് തൊഴിലാളിക്ക് ഒരു ആപത്ത് വന്നാൽ അല്ലെങ്കിൽ വ്യവസായത്തിനൊരു പ്രശ്നം വന്നാൽ മുഴുവൻ ആളുകളും എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അത് മാറ്റി നിർത്തി യോജിച്ച് നിൽക്കുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. എന്തോ കാലഘട്ടം മാറി പുതിയ ഒരു കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ തൊഴിലാളികളുടെ ഐക്യബോധവും തൊഴിലാളികളുടെ സംഘടിത ശക്തിയുമെല്ലാം
ചോർന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് FACT മാത്രമല്ല പല വ്യവസായത്തിലും അനുഭവമുള്ളത്. ഞാനിപ്പോൾ കാർബോറണ്ടം കമ്പനിയിലെ 2 യൂണിയൻ്റെ ഭാരവാഹിയാണ്, പെർമനൻ്റ് തൊഴിലാളികളുടെയും ക്യാൻറ്റീൻ തൊഴിലാളികളുടെയും. പക്ഷേ അവിടെ എല്ലാം എനിക്ക് കാണാൻ കഴിയുന്നത് പഴയ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൻ്റെ ഒരു ശൈലിയും ആവേശവും തൊഴിലാളികൾക്കില്ല. അന്നത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഓരോ കാറ്റഗറിക്കും പ്രധാനപ്പെട്ട ജോലികളുണ്ടായിരുന്നു. അത് ആ കാറ്റഗറിയിലെ ജോലി മാത്രമേ ആ തൊഴിലാളികൾ ചെയ്യേണ്ടിയിരുന്നുള്ളൂ. കൊച്ചിൻ ഡിവിഷനിൽ അന്ന് 1300ഓളം ജീവനക്കാരുണ്ടായിരുന്നിടത്ത് ഇന്ന് ഏതാണ്ട് 500ഓളം ആളുകളുള്ളൂ. അതുകൊണ്ട് ഈ പെർമനൻ്റ് ജീവനക്കാരും പെർമനൻ്റ് അല്ലാത്ത ജീവനക്കാരും തമ്മിൽ ഒരു ഐക്യമില്ലായ്മ, അതല്ലെങ്കിൽ ഒരു യോജിപ്പില്ലായ്മ വളരെ പ്രകടമാണ്. അത് പ്രകടമാകുന്നതിൻ്റെ ഭാഗമായി ഈ ജോലിയുടെ കാര്യത്തിലും ഒരു ഐക്യം ശരിയായ വിധം നടക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രകടമാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ടൗൺഷിപ്പിൽ ചെന്നാലും തൊഴിലാളികൾ 600 ഫാമിലി, അമ്പലമേടൂർ മാത്രം വേണ്ട 600 ചില്ലാൻ ഫാമിലി തൊഴിലാളികളുടെ മാത്രം അവിടെ താമസിക്കുന്നു. മാനേജർമാർ വേറെ. അതെല്ലാം ഒരു കുടുംബത്തെ പോലെയാണ്. അവിടുത്തെ ക്ലബ്ബ്, അവിടുത്തെ റിക്രിയേഷൻസ്, അവിടുത്തെ സിനിമാ തിയേറ്റർ, അതേപോലെ ഗ്രൗണ്ടുകൾ, അതുപോലെ ആ ഡാമിൽ ആളുകൾ മീൻ പിടിക്കാൻ പോകുന്നത്, പിടിച്ച് ആസ്വദിക്കുന്നത്, അതേപോലെ വലിയൊരു കൂട്ടായ്മ, ഫാമിലി കൂട്ടായ്മ, തൊഴിലാളികളുടെ കൂട്ടായ്മ, ഇതെല്ലാം വളരെ ശക്തമായിരുന്നു. ഇന്ന് ഒരു സ്ഥലത്തും അതിൻ്റെ ഒരു ലാഞ്ചന പോലും നമുക്ക് ദർശിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ ഈ തൊഴിലാളികളുടെ ഒരു ജീവിത അന്തരീക്ഷം ഇന്നും അന്നും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, അന്ന് ഇടതുപക്ഷ ഗവൺമെൻറ് കേരളം ഭരിക്കുന്ന സമയം, കൊച്ചിൻ കോർപ്പറേഷൻ ഇടതുപക്ഷം ഭരിക്കുന്ന സമയം, മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ FACT കൊച്ചിൻ ഡിവിഷൻ്റെ സ്ഥലം ഗവൺമെൻറ് പ്രത്യേക ഉത്തരവ് പ്രകാരം ഏറ്റെടുക്കുകയാണ് 50 ഏക്കർ. ആ FACT കൊച്ചിൻ ഡിവിഷൻ്റെ അതിർത്തിയിൽ ആ ഡാമിനോട് ചേർന്ന് 50 ഏക്കർ സ്ഥലം കൊച്ചിൻ കോർപ്പറേഷൻ്റെ മാലിന്യം നിക്ഷേപിക്കാനുള്ള ഒരു ഹബ്ബാക്കി മാറ്റാൻ തീരുമാനിച്ചു. പക്ഷേ അങ്ങനെ വന്നിരുന്നെങ്കിൽ കൊച്ചിൻ ഡിവിഷനിലെ ശുദ്ധജല തടാകം മുഴുവൻ മലിനമാകുമെന്ന് മാത്രമല്ല, ആ വ്യവസായം നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ വലിയ പ്രയാസമുണ്ട്. ആ പരിസരം മുഴുവൻ മലിനമുക്തമാകും. അതുകൊണ്ട് തന്നെ യൂണിയൻ ജനറൽ ബോഡിയിൽ ഒരു തീരുമാനമെടുത്തു, ഒരു കാരണവശാലും അവിടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് വരാൻ പാടില്ലെന്ന്. ആ തീരുമാനം ജനറൽ ബോഡി കൈക്കൊണ്ടത് ഇന്ന് വരെ ഒരു സംഘടനയ്ക്കും പറ്റാത്ത പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെത്തി. കാരണം ഞാനായി ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഗവൺമെൻറ് എടുത്ത തീരുമാനം, പാർട്ടി ഭരിക്കുന്ന കോർപ്പറേഷൻ എടുത്ത തീരുമാനം, അതിനെതിരെ അവിടുത്തെ ഒരു CIT യൂണിയൻ മാറുക എന്ന് പറഞ്ഞാൽ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. KN രവീന്ദ്രനാഥാണ് പ്രസിഡന്റ്. രവീന്ദ്രനാഥ് ഇടപെട്ടു. പാർട്ടിയിലെ നിരവധി സഹാക്കൾ എന്നിൽ സമ്മർദ്ദം ചെലുത്തി. പക്ഷേ ജനറൽ ബോഡി തീരുമാനത്തിൽ എനിക്ക് ഉറച്ചു നിൽക്കേണ്ടി വന്നു. ടൗൺഷിപ്പിലെ മുഴുവൻ ആളുകളും 14 മാലിന്യം വേണ്ടിയാണ് ആ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി ഗവൺമെൻറ് മുന്നോട്ട് പോയത്, കോർപ്പറേഷൻ മുന്നോട്ട് പോയത്. സ്ഥലം ഏറ്റെടുത്തിട്ട് ഒരു ദിവസം മാലിന്യങ്ങൾ നിറച്ച 14 വണ്ടി ഫസ്റ്റിൽ അതിൽ കൊണ്ടുവന്ന് കയറ്റാൻ വേണ്ടി വന്നു. എല്ലാ ക്വാർട്ടേഴ്സിലും കയറി ഇറങ്ങി ആളുകളെ വിളിച്ച് തൊഴിലാളികൾ മുഴുവൻ ഗേറ്റിൽ ബ്ലോക്ക് ചെയ്ത് പിക്കറ്റ് നടത്തി. പോലീസും കളക്ടറും ഉൾപ്പെടെ അവിടെ വന്നു. വലിയ സംഘർഷാവസ്ഥയിലേക്ക് പോയി. ഒരു കാരണവശാലും നിരവധി നേതാക്കൾ തുടർച്ചയായി ഫോൺ ചെയ്തു. പക്ഷേ ഞാൻ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അതിൽ ഉറച്ചു നിന്നു. ഒടുവിൽ പോലീസ് പിന്മാറി. 14 വണ്ടി തിരിച്ചുപോയി. പിറ്റേ ദിവസം പാലോളി മുഹമ്മദ് കുട്ടി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ട്രേഡ് യൂണിയനുകളുടെ മീറ്റിംഗ് വിളിച്ചു. യൂണിയനുകളുടെ പ്രസിഡന്റുമാർ ഉൾപ്പെടെ അതിൽ വന്നു. വളരെ കർശനമായി ഞങ്ങൾ ഈ കാര്യം
മന്ത്രിയുടെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ മന്ത്രി ഞങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ ശ്രദ്ധയോട് കേട്ട് അദ്ദേഹം അവിടെ വച്ച് പറഞ്ഞു, തൊഴിലാളികൾ പറയുന്നത് വളരെ ന്യായമാണ്, അതുകൊണ്ട് ഇത് തൽക്കാലം ഇനിയുള്ള പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് അവർ പിരിഞ്ഞു. 10 ദിവസത്തിനകം അത് ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്തു. അത്ര തൊഴിലാളികളുടെ പ്രയാസങ്ങളും അവിടുത്തെ പ്രശ്നങ്ങളും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് തീരുമാനമെടുക്കാനും വന്ന് പാലോളി മുഹമ്മദ് കുട്ടി കഴിഞ്ഞു എന്നുള്ളത് തൊഴിലാളികൾക്ക് വലിയ ആവേശമുണ്ടായി. അങ്ങനെയാണ് ബ്രഹ്മപുരത്ത് മാലിന്യ പ്ലാന്റ് പോയതും ബ്രഹ്മപുരത്ത് അത് ആരംഭിച്ചതും. അങ്ങനെ നിരവധി പോരാട്ടങ്ങൾ FSCTയെ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ വേണ്ടി നടത്തിയിട്ടുള്ള തീരുമാനത്തിനെതിരെ ആദ്യം കൊച്ചിൻ ഡിവിഷനിലാണ് അവർ വന്നത്. സ്വകാര്യ കമ്പനിക്കാർ ആദ്യം വന്ന് കൊച്ചിൻ ഡിവിഷനിലാണ്. ഞങ്ങളവിടെ കമ്പനി ഗേറ്റ് മുഴുവൻ ബ്ലോക്ക് ചെയ്തു, മുഴുവൻ തൊഴിലാളികൾ സംഘടിപ്പിച്ച്. പക്ഷേ ബ്രഹ്മപുരത്തെ ഗേറ്റിൽ കൂടി അത് പൂട്ടിയിട്ട്, ആ ഗേറ്റ് ഓപ്പണല്ല, ആ ഗേറ്റിൽ കൂടി ആരും സഞ്ചാരമില്ല. പക്ഷേ ഇവർ ആരും അറിയാതെ ബ്രഹ്മപുരത്തെ ബാക്ക് ഡോറിൽ കൂടി തുറന്ന് അവരെ അകത്ത് കയറ്റി. അതിനുശേഷം അവിടുന്ന് അവർ പോയി പിന്നെ ഉദ്യോഗമണ്ഡലം, പക്ഷേ ഉദ്യോഗമണ്ഡലം മുഴുവൻ തൊഴിലാളികളെ എല്ലാ യൂണിയനും സംഘടിപ്പിച്ച് അവരെ തടഞ്ഞ് വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെ നിരന്തരമായ ചെറുത്തുനിൽപ്പിലാണ് സ്വകാര്യ വ്യക്തികൾ ഏറ്റെടുക്കുന്ന പ്രക്രിയയിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് പിന്നോട്ട് പോയതും FSCTയെ പൊതുമേഖലയിൽ ഇന്നും സംരക്ഷിക്കാൻ കഴിഞ്ഞതും. ആ കാലഘട്ടത്തിൽ ട്രേഡ് യൂണിയൻ്റെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അന്ന് ഏറ്റവും രസകരമായ സംഭവം, കോൺഗ്രസ് ഭരിക്കുമ്പോഴും INTUCയുടെ 3 യൂണിയനുകളും ഈ സമരത്തിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. ചെറുപ്പം മുതലേ ഞാൻ ഒരു പൊതു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ വരിക, അതുപോലെ യുവജന പ്രസ്ഥാനത്തിൽ വരിക, പാർട്ടിയിലെ മെമ്പറായിട്ട് വരിക. പാർട്ടി മെമ്പറായിരിക്കുമ്പോൾ തന്നെ ഞാൻ കമ്മലിന് ജോലി കിട്ടുമ്പോൾ തന്നെ പാർട്ടി മെമ്പർഷിപ്പുണ്ട്. അങ്ങനെ വന്ന സ്വാഭാവികമായിട്ടും അവിടുത്തെ പാർട്ടിയുടെ നേതാക്കൾ, അന്നത്തെ നേതാക്കൾ സഹാവ് ഭാസ്കരനാണെങ്കിലും അതുപോലെ CV ഔസേപ്പാണെങ്കിലും എൻ്റെ ഫാദറിനെ അറിയാവുന്നവരാണ്, എന്നെ അറിയാവുന്നവരാണ്. അവരെന്നെ കൂടുതൽ ട്രേഡ് യൂണിയനുമായിട്ട് വന്നത് ഇളയത് വർഗീസ്, ഗോപാലൻ നായർ, ഇവർക്കെല്ലാം എൻ്റെ ഫാദറിനെ അറിയാം. എൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോഴുള്ള ഞാൻ ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ട്. ആ സമയത്ത് ആശുപത്രി കിടന്നിട്ടുണ്ട്, ഗുണ്ടാമർദ്ദനം, RSSൻ്റെ മർദ്ദനം ഏറ്റിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ മർദ്ദനം ഏറ്റിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരുപാട് ത്യാഗം ചെയ്ത ആളാണെന്ന് ഇവർക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് അവിടുത്തെ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റുമായിട്ട് അവരെന്നെ കൂടുതൽ സഹകരിപ്പിക്കുകയും എന്നെ അങ്ങനെ ആ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റിലേക്ക് ഞാൻ വരികയും ചെയ്തു. അന്നത്തെ ആ ഒരു ട്രേഡ് യൂണിയൻ്റെ സംസ്കാരം എന്തായിരുന്നു? അന്നത്തെ ട്രേഡ് യൂണിയൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അന്ന് വെറും ട്രേഡ് യൂണിയൻ ആയിരുന്നില്ല. തൊഴിലാളികളുടെ അവകാശ പോരാട്ടത്തിനോടൊപ്പം തന്നെ തൊഴിലാളികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുക എന്നുള്ളൊരു പ്രക്രിയ കൂടി ട്രേഡ് യൂണിയൻ ഏറ്റെടുത്തിരുന്നു. അന്ന് ഞങ്ങൾ അതിൻ്റെ ഭാഗമായി നിരവധി ക്ലാസ്സുകൾ നടത്തി. നിരവധി ക്ലാസ്സുകൾ എടുത്ത് വരിക ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു, യൂണിയൻ ഒരു മാഗസിൻ ഇറക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു മാഗസിൻ ഇറക്കാൻ തീരുമാനിച്ചു. ഒരു മാഗസിൻ ഇറക്കി, ലേബർ ലൈൻ. ഇതാണ് ആ മാഗസിൻ, അന്ന് ഇറക്കിയ മാഗസിനാണ്. ഇത് യൂണിയൻ്റെ 2 മാസത്തിലൊരിക്കൽ ഇറങ്ങുന്ന ലേബർ ലൈനാണ്. ഇത് ഇറക്കിയതോടുകൂടി എന്ന് വെച്ചാൽ കമ്പനിക്കകത്തുള്ള ഇത് യൂണിയൻ ഇറക്കുന്നതാണെങ്കിലും നമ്മളുടെ യൂണിയൻ ഒറ്റയ്ക്ക് ഇറക്കുന്നതാണെങ്കിലും കമ്പനിക്കകത്തുള്ള മുഴുവൻ സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും ഇതിൽ പങ്കാളിയാകാം. അപ്പോൾ അതുകൊണ്ട് അമ്പലമേട് സ്കൂളിലെ അധ്യാപകർ, പിന്നെ മറ്റു സംഘടനകളിലുള്ള കവിത രചന നടത്തുന്ന ആളുകൾ, അതുപോലെ കഥ എഴുതുന്ന ആളുകൾ, അതുപോലെ ജീവചരിത്രം എഴുതുന്ന ആളുകൾ, അവരെല്ലാം ഉൾക്കൊള്ളിച്ച് വിവിധ തരം ലേഖനങ്ങളും കവിതകളും കഥകളും ഈ മാഗസിനിൽ ഉൾപ്പെടും. വളരെ ആവേശമായിരുന്നു. മിക്കവാറും എല്ലാ തൊഴിലാളികളും ഇതിൻ്റെ വരിക്കാരായിരുന്നു.
അങ്ങനെ വളരെ ഭംഗിയായി മാഗസിൻ ഞങ്ങൾ നടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. പഠന ക്ലാസ്സുകൾ പി ഗോവിന്ദപിള്ള, എസ് രാമേന്ദ്രപിള്ള, അങ്ങനെ തുടങ്ങിയ നിരവധി വി ബി ചെറിയാൻ്റെ ഒക്കെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ആളുകൾ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ എവിടെ നിന്നും എവിടെയെങ്കിലും വന്ന് എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരിക്കും. അത്ര മനോഹരമായ ക്ലാസ്സായിരുന്നു. അങ്ങനെ തൊഴിലാളികളെ ആശയപരമായി ആയുധമണിയിക്കുക എന്നുള്ളൊരു പ്രക്രിയ കൂടി അന്ന് ട്രേഡ് യൂണിയൻ ചെയ്തിരുന്നു. അതേപോലെ വാർഷികം 10ാം വാർഷികം നടത്തി. 10ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഏതാണ്ട് 10-15 ദിവസത്തെ ഒരു മാസക്കാലത്തെ ഒരു ആഘോഷമായിരുന്നു അവിടെ. അതിന് പ്രത്യേക സ്വാതന്ത്ര്യം ഇറക്കി, അതുപോലെ കലാപരിപാടികളുണ്ടായിരുന്നു, നിരവധി മത്സരങ്ങൾ നടത്തി. അങ്ങനെ ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞ ഒരു തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സംഘടന എന്നതിൽ നിന്നും മാറി ഒരു വലിയ പ്രസ്ഥാനമായി പോവുകയായിരുന്നു അന്നത്തെ ട്രേഡ് യൂണിയൻ. ഇന്ന് ഇതൊന്നുമില്ല. ക്ലാസ് ആർക്കും വേണ്ട. മൊബൈൽ വെച്ചുള്ള നോട്ടമല്ലാതെ വേറെ ഒരു ട്രേഡ് യൂണിയൻ ക്ലാസ്സുകളില്ല. അഥവാ ആരെങ്കിലും നടത്തിയാൽ തന്നെ 10% തൊഴിലാളി പോലും അത് കേൾക്കാൻ വന്നിരിക്കില്ല. അങ്ങനെ കാലഘട്ടം മാറിപ്പോയി. അന്നത്തെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടമാണ്. അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തി മാനേജ്മെൻറ്റിനെ കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടാത്ത നേതാക്കന്മാരുടെ പേരിൽ നടപടിയെടുപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പലർക്കും സംഘടനയിൽ ധീരമായി നിന്ന് പോരാടാൻ കുറച്ച് പ്രയാസമുണ്ടായിരുന്നു. ഇപ്പോൾ ഒരിക്കലൊരു പണിമുടക്ക്, ദേശീയ പണിമുടക്ക്, ആ ദേശീയ പണിമുടക്ക് നമ്മളുടെ സംഘടന ആഹ്വാനം ചെയ്തു. അഖിലേന്ത്യാ തലത്തിലുള്ള പണിമുടക്കാണ്. പക്ഷേ പണിമുടക്കിൽ അന്ന് ദിവസം രാവിലെ INTUC, അന്ന് INTUCയുടെ ജനറൽ സെക്രട്ടറി ഗോപി എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. TH മുസ്തഫയൊക്കെ ആയിരുന്നു അതിൻ്റെ നേതാക്കന്മാർ. ഗോപി സാധാരണ സമരത്തിൽ കയറാൻ അന്ന് അവർ INTUC ജാഥയായിട്ട് വന്നു. സാധാരണ അങ്ങനെ വരാറില്ല. അവർ കൂട്ടം കൂടി വന്ന് കയറും. ജാഥയുടെ മുമ്പിൽ 2-3 സ്ത്രീകളെ നിർത്തി. ഒരു സ്ത്രീ അവരുടെ സജീവ പ്രവർത്തകരായിരുന്നു, കുട്ടിയമ്മ എന്ന പേര്. കുട്ടിയമ്മേനെ മുമ്പിൽ നിർത്തിയിട്ട് അവർ ജാഥയായിട്ട് വന്നു. അവർ 10-25 പേരുണ്ടായുള്ളൂ. ജാഥയായിട്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഗേറ്റിൽ നിന്ന് മാറിക്കൊടുക്കേണ്ട ഒരു സ്ഥിതി, പോലീസും ഉണ്ട് ആവശ്യത്തിന്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ മാറിപ്പോണ്ട, കാരണം സ്ത്രീയോ പുരുഷനോ നോക്കണ്ട, തടയാൻ തീരുമാനിച്ചു. ഞാൻ പെട്ടെന്ന് നിന്ന് തടഞ്ഞു. ആളുകളെല്ലാം കൂടി വലിയ സംഘർഷമായി. പോലീസ് ഞങ്ങളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് മാറ്റി. ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു സ്ത്രീ എന്ന നിലക്ക് CMDക്ക് പരാതി കൊടുത്തു. അതോടൊപ്പം തന്നെ അവരുടെ സംഘടന, അവരുടെ ലെറ്റർ ഹെഡിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു, ഇന്ദിരാഗാന്ധിക്ക് പരാതി കൊടുത്തു. ഇമ്മീഡിയറ്റായിട്ട് എന്നെ സസ്പെൻഡ് ചെയ്തു. എന്നെ സസ്പെൻഡ് ചെയ്തതോടുകൂടി ഞാനും ഉൾപ്പെടെ ഭയന്നു. കാരണം ജോലി പോകുന്ന ഉറപ്പായി. പ്രധാനമന്ത്രിയുടെ പരാതിയാണ്. അന്നത്തെ യൂണിയൻ്റെ പ്രസിഡന്റ് K. ബാലേന്ദ്രനായിരുന്നു. ഒടുവിൽ കുറേ ആളുകൾ അത് അഷ്റഫ് ചെയ്ത് ശരിയല്ല, അങ്ങനെ പോകേണ്ട കാര്യം ഉണ്ടായില്ല, ഇപ്പം അത് വാങ്ങിച്ചതല്ലേ, വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കിയതല്ലേ എന്നുള്ള വിമർശനം കുറേ പേരുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും ബാലേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അത് എന്നെ രക്ഷിക്കുക എന്നുള്ള പ്രശ്നമായിരുന്നു. ബാലേന്ദ്രൻ വളരെ അപൂർവമായിട്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് കമ്പനിയിലേക്ക് വരാറുള്ളൂ, മാനേജ്മെൻറ്റിനെ കാണാറുള്ളൂ. ബാലേന്ദ്രൻ്റെ മാനേജ്മെൻറ്റിന് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര ബഹുമാനമായിരുന്നു. കാരണം അത്ര ഒരു കാര്യം അവർക്ക് ഇത്ര പഠിച്ച് ഇത്ര പഞ്ച്വലായിട്ട് മാനേജ്മെൻറ്റിൻ്റെ വാദത്തെ പൊളിക്കാൻ പറ്റിയ ഒരു നേതാവിനെ കാണാൻ അപൂർവമായിട്ട് കാണാൻ കഴിയും. ബാലേന്ദ്ര കമ്പനിൽ വന്നു, എല്ലാവർക്കും അത്ഭുതമായിരുന്നു. വന്നു, സംസാരിച്ചു, CMD ആയിട്ട് സംസാരിച്ചു. അങ്ങനെ എൻ്റെ സസ്പെൻഷൻ 7 ദിവസത്തെ സസ്പെൻഷൻ 7 ദിവസം കഴിഞ്ഞ് സസ്പെൻഷൻ പിൻവലിച്ച് അങ്ങനെ അകത്ത് കയറി. ഫാക്ടറി തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി
മറ്റൊരു വ്യവസായം ചെയ്യാത്ത അത്രയും കാര്യങ്ങൾ FACT ആ കാലത്ത് ചെയ്തിട്ടുണ്ട്. JNM ഹോസ്പിറ്റൽ എന്നും പറഞ്ഞ് ഉദ്യോഗമണ്ഡലിൽ ഒരു ഹോസ്പിറ്റലുണ്ട്, വലിയ ഹോസ്പിറ്റൽ. ഓപ്പറേഷൻസ് ഉൾപ്പെടെ അവിടെ നടക്കുമായിരുന്നു. എല്ലാ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ഉണ്ടായിരുന്നു, ആവശ്യത്തിന് എക്യുപ്മെൻ്റ് ഉണ്ടായിരുന്നു. അമ്പലമേട്ടിലും ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, അവിടെയും കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു. അതേപോലെ സ്കൂള് FACTയിലും ഉദ്യോഗമണ്ഡലിലും 4 സ്കൂളുകളുണ്ടായിരുന്നു. FACTയുടെ 4 സ്കൂളുകൾ. അതേപോലെ ലളിത കലാകേന്ദ്രം, കലാകായിക രംഗത്ത് തൊഴിലാളികളുടെ കഴിവ് പ്രോത്സാഹിപ്പിക്കുക, ലളിത കലാകേന്ദ്രം. അതുപോലെ സ്പോർട്സ് കൗൺസിൽ, നിരവധി സ്പോർട്സ്മാന്മാർ FACTയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളതാണ്. അക്കാലത്ത് കേരളം അറിയപ്പെടുന്ന പപ്പനാണെങ്കിലും മണിയാശാനാണെങ്കിലും അങ്ങനെ നിരവധി കായിക രംഗത്തെ പ്രതിഭകൾ FACTയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ളതാണ്. അതുപോലെ അമ്പലമേട്ടിലും ഇതേ തരത്തിൽ. അതുപോലെ ഏറ്റവും വലിയ രസകരമെന്ന് വെച്ചാൽ FACTക്ക് സ്ഥലമെടുത്തു പോയ സമയത്ത് ഇവിടെ അമ്പലങ്ങളും ക്രിസ്ത്യൻ പള്ളികളും മോസ്കും ഒക്കെ ഉണ്ടായിരുന്നു. MKK നായർ അന്ന് ചെയ്തതെന്ന് വെച്ചാൽ പൊളിച്ച അമ്പലത്തിന് പകരം അമ്പലം തന്നെ 3-4 പ്രതിഷ്ഠകളുള്ള 3-4 അമ്പലങ്ങളുണ്ടായി. അതുകൊണ്ട് അമ്പലത്തിൻ്റെ ഒരു കോംപ്ലക്സ് ഉണ്ടാക്കി 4 അമ്പലം അവിടെ ഒന്നിച്ച് പണിത് കൊടുത്ത് അത്രയും സ്ഥലത്ത്. അതുപോലെ ക്രിസ്ത്യൻ പള്ളി 3 പള്ളികൾ പണിത് കൊടുത്ത്, മുസ്ലിം പള്ളി ഒരു പള്ളി പണിത് കൊടുത്ത്. അതുപോലെ അമ്പലമേടും അതുപോലെ തന്നെ അവിടെ അമ്പലം 2-3 പ്രതിഷ്ഠകളുണ്ട്. അതുപോലെ ക്രിസ്ത്യൻ പള്ളി 2 ഉണ്ട്. പക്ഷേ അമ്പലമേട്ടിൽ മുസ്ലിം പള്ളി സ്ഥലം കൊടുക്കാതെ പറഞ്ഞിട്ട് ഏറ്റെടുക്കാൻ ആളില്ല. അവിടെ മുസ്ലിംസ് കുറവായിരുന്നു, കുറച്ച് വടക്കുന്ന് വരുന്ന ആളുകളെ ഉണ്ടായിരുന്നു. ഒടുവിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ആ ആവശ്യം ശക്തിപ്പെട്ടു വന്നു. കാരണം ഒരു വിഭാഗം കോഴിക്കോട് നിന്ന് വന്ന വടക്കുന്ന് വന്ന മുസ്ലിങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് പള്ളി വേണം, ടൗൺഷിപ്പിൽ പള്ളി വേണം, ഈ ആവശ്യം വന്നു. ഒരു കമ്മിറ്റി ഉണ്ടാക്കി, കമ്മിറ്റിയിൽ എന്നെയും പിടിച്ചിട്ടു. അന്നത്തെ CMD ഒക്കെ ആയിട്ട് ഞങ്ങൾ പോയി കമ്മിറ്റി എന്നാലൊക്കെ ഞാനും കൂടി പോയി സംസാരിച്ചു. ടൈറ്റസ് സാറ് ചീഫ് പേഴ്സണൽ മാനേജരായിട്ടിരിക്കുന്ന സമയത്താണ് 50 സെൻറ്റ് സ്ഥലം അനുവദിച്ചു. അപ്പം എന്താ വെച്ചാൽ കമ്മിറ്റി വന്നപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് 50 സെൻറ്റ് സ്ഥലം നമുക്ക് എടുക്കാം ആദ്യം, എന്നിട്ട് പിന്നീട് നമുക്ക് പതുക്കെ പള്ളി എന്തെങ്കിലുമൊക്കെ പണിയാം. അപ്പോൾ അവർക്ക് ആവശ്യം എന്ന് വെച്ചാൽ 50 സെൻറ്റ് സ്ഥലം പോരാ, കബറിടത്തിനുള്ള സ്ഥലം കൂടി വേണം, 2 ഏക്കർ സ്ഥലം വേണം, പിന്നെ പള്ളി പണിത് തന്നെ. അപ്പോൾ ഇതൊന്നും ഉടനെ നടക്കുന്ന കാര്യമല്ല. കിട്ടിയത് ആദ്യം വാങ്ങിച്ചിട്ട് പോരാത്തതിന് വേണ്ടി നമുക്ക് പിന്നീട് ആവശ്യം ഉന്നയിക്കാമെന്ന് ഞാൻ പറഞ്ഞു നോക്കി. പക്ഷേ അതിനകത്ത് കുറച്ച് ആളുകൾ പിടിവാശി പിടിച്ച് ഒടുവിൽ ആ സ്ഥലം ഏറ്റെടുത്തുമില്ല, കൂടുതൽ സ്ഥലം കിട്ടിയില്ല, ആ സ്ഥലങ്ങൾ ഏറ്റെടുക്കാൻ ആളുണ്ടായില്ല, അതങ്ങനെ കൈവിട്ടു പോയി. അന്ന് ആ സ്ഥലം ഏറ്റെടുത്തെങ്കിൽ 50 സെൻറ്റ് സ്ഥലം ഇന്ന് മുസ്ലിം പള്ളിക്ക് അവിടെ ഉപയോഗപ്പെടുത്താൻ കിട്ടിയേനെ. അത് ചെയ്ത് ഏറ്റവും വലിയ ഒരു പെശകായിരുന്നു. തൊഴിലാളികൾ നേരിട്ട തുടക്കകാലത്തുള്ള വളരെ സങ്കീർണമായ പ്രശ്നങ്ങളായിരുന്നു. കാരണം ക്യാഷില്ല, പെർമനൻ്റ് എംപ്ലോയീസ് ഇല്ല. അത് മാനേജർ ഉദ്യോഗസ്ഥന്മാർ മാത്രമേ പെർമനൻ്റ് ഉള്ളൂ. തൊഴിലാളികൾ ക്യാഷ് ലേബേഴ്സായിരുന്നു. അവരുടെ ഒരു ദിവസത്തെ കൂലി 2.5 രൂപ, ദിവസക്കൂലി 2.5 രൂപയ്ക്കാണ് അവർ പണി ചെയ്തിരുന്നത്. 8 മണിക്കൂർ ജോലി സമയം എന്നുള്ള ആ വ്യവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ പറയുന്നവരെ കാലത്ത് 8 മണിക്ക് കയറിയാൽ രാത്രി 10 മണി, 9 മണി, 8 മണി, അവർ പറയുന്നവരെ ജോലി ചെയ്തുകൊള്ളണം. അങ്ങനെ ഭയങ്കര വിവേചനമായിരുന്നു. ഉദ്യോഗസ്ഥന്മാർ വടി കൊണ്ട് വരെ ആളുകളെ ജോലി ചെയ്യിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ സംഘടന രൂപീകരിച്ചതിന് ശേഷം ഒരുപാട് ത്യാഗം സഹിച്ച സംഘടന രൂപീകരിച്ചതിന് ശേഷം നിരവധി ചർച്ചകൾക്ക് ശേഷം, നിരവധി സമരങ്ങൾക്ക് ശേഷം വലിയ പോരാട്ടം നടത്തി 10-14 തൊഴിലാളികളെ അവർ ടെർമിനേറ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് വലിയ സമരം നടന്നു. ആ സമരത്തിൽ ഒരുപാട് നേതാക്കൾ അവിടെ വന്ന്, രവീന്ദ്ര, അത് TK രാമകൃഷ്ണൻ, AP വർക്കി, അങ്ങനെ നിരവധി നേതാക്കൾ, ലോറൻസ്, നിരവധി നേതാക്കൾ വന്ന് ആ സമരത്തിൽ പങ്കെടുത്ത് അങ്ങനെ ചർച്ച ചെയ്താണ് ആ സമരം വിജയിച്ചത്. ഈ
അങ്ങനെ തുടക്കത്തിൽ 175 രൂപ ബേസിക്കായിട്ട് ആരംഭിച്ചു. 2.5 രൂപ കൂലി എന്നുള്ള ദിവസം കൂലി എന്നുള്ളത് മാറി പ്രതിമാസം 175 രൂപ അടിസ്ഥാന ശമ്പളമായിട്ടാണ് തുടങ്ങിയത്. മനസ്സിലായ? അങ്ങനെ തുടങ്ങി. അതിനുശേഷം ഒരു ന്യായമായ കൂലി എന്ന് പറയാൻ അവിടെ കിട്ടിത്തുടങ്ങിയത് 97 എഗ്രിമെൻറ്റിന് ശേഷമാണ്. 1997 എഗ്രിമെൻറ്റിന് ശേഷമാണ് FACTയിൽ ഒരു ന്യായമായ കൂലി എന്ന നിലക്ക് അവിടെ വർധനവുണ്ടായത്. അതുവരെ കേരളത്തിലെ മറ്റു പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ കൂലിയുമായി കമ്പയർ ചെയ്താൽ FACTയിലെ കൂലി സ്വകാര്യ മേഖലയിലും താഴെയായിരുന്നു. അതെല്ലാം ട്രേഡ് യൂണിയൻ്റെ വലിയ ഏറ്റവും കൂടുതൽ അവിടെ കൂലിക്കൂടുതലിന് വേണ്ടിയുള്ള സമരമല്ല FACTയിൽ ഏറ്റവും ശക്തിയായി നടന്നത്. FACTയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. സേഫ് ഫാക്ട് പ്രസ്ഥാനം. അതിൽ ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്തത് ചന്ദ്രൻപിള്ളയാണ്. ചന്ദ്രൻപിള്ളയുടെ വളരെ ചെറുപ്പകാലത്ത് FACTയിൽ നിന്ന് ചന്ദ്രൻപിള്ളയുടെ അച്ഛന് FACTയിൽ ജോലി ഉണ്ടായിരുന്നു. FACTയിൽ കൂടി വളർന്നു വന്ന ആളാണ്. എൻ്റെ 2 കൊല്ലത്തെ ജൂനിയറാണ് സ്കൂളിൽ. ഞാൻ SFIയിൽ വർക്ക് ചെയ്യുമ്പോൾ ചന്ദ്രൻപിള്ള സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിലും വളരെ ചെറിയ പയ്യനായിരുന്നു. പക്ഷേ FACTയുടെ എല്ലാ ചരിത്രവും അനുഭവങ്ങളും അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലക്കും നല്ല ട്രേഡ് യൂണിയൻ പാഠവുമുള്ള ആളെന്ന നിലക്കും ആ സേഫ് ആക്ട് മൂവ്മെൻറ്റിന് ചന്ദ്രൻപിള്ള കൊടുത്ത ലീഡർഷിപ്പ് വളരെ വലുതായിരുന്നു. 252 ദിവസത്തെ തുടർച്ചയായ സമരം എല്ലാ മത സ്ഥാപനങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നും മുസ്ലിംമാരുടെ നേതൃത്വത്തിൽ, ക്രിസ്ത്യൻ പള്ളികളിൽ നിന്ന് അച്ഛന്മാരുടെ നേതൃത്വത്തിൽ, അമ്പലങ്ങളിൽ നിന്ന് സന്യാസിമാരുടെ നേതൃത്വത്തിൽ FACTയെ സ്വകാര്യവൽക്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒഴിയ ജാഥയായിരുന്നു. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരു പക്ഷേ ഇന്ത്യ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ ചരിത്ര സംഭവമായിരുന്നു സേഫ് ഫാക്ട് പ്രസ്ഥാനത്തിൻ്റെ ഫാക്റ്റിനെ പൊതുമേഖലയിൽ നിലനിർത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടം. ആ പോരാട്ടത്തിൽ പങ്കെടുക്കാത്ത ഒരു നേതാവും കേരളത്തിലില്ല. കരുണാകരൻ മുതൽ ഉമ്മൻചാണ്ടി മുതൽ അച്യുതാനന്ദൻ മുതൽ TK രാമകൃഷ്ണൻ മുതൽ നയനാർ മുതൽ എല്ലാ നേതാക്കളും ആ പോരാട്ടത്തിൽ പങ്കാളിയാണ്. അപ്പോൾ അതാണ് FACTക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പോരാട്ടമായിരുന്നു സേഫ് ഫാക്ട് പുസ്തകം. മുഴുവൻ ട്രേഡ് യൂണിയനും ഒറ്റക്കെട്ടായിരുന്നു. ഒരു കാലത്ത് FACTയിൽ ജോലിക്ക് കയറാൻ ആളില്ലായിരുന്നു. ജോലിക്ക് പോകാൻ പറഞ്ഞാൽ ആരും പോവില്ല. ഇവിടെ ഉദ്യോഗമണ്ഡൽ ഡിവിഷൻ ആരംഭിക്കുമ്പോൾ ഇവിടെ ജോലിക്ക് കയറാൻ ആളില്ല. ഈ നാട്ടിൽ ഒരൊറ്റ കുഞ്ഞ് ജോലിക്ക് പോവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പുറത്ത് കപ്പ മേടിച്ച് വീടുകളിൽ നിന്ന് വിറ്റ് അതിൽ കൂടുതൽ കാശ് കിട്ടും. അന്ന് 1.5 രൂപയാണ് കൂലി. 2 രൂപ 1.5 രൂപയാണ് ഒരു ദിവസത്തെ കൂലി. FACT ചെന്ന് 8 മണിക്കൂറും അവിടെ നിന്ന് വർക്ക് ചെയ്യണം. അത് ഇവിടെ ആണെങ്കിൽ അന്ന് ബോയിലറൊന്നുമില്ല. വിറക് ചുമന്ന് തലക്ക് കൊണ്ടുവന്ന് വിറകിട്ടിട്ട ബോയിലർ കത്തിക്കണേ. ഈ വിറക് ചുമക്കാൻ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഈ വിറക് ചുമക്കാൻ ആരും വരില്ല. കാരണം അവരൊന്നും അന്ന് ഈ വ്യവസായത്തിൽ പണി എന്നുള്ള സ്വപ്നം ഇല്ല അവർക്ക് അതിൽ കൂടുതൽ കാശും 2 വാഴക്കൊല വിറ്റ കിട്ടും. അല്ലെങ്കിൽ പോയി ഈ മലയിലും കാട്ടിലൊക്കെ ചീട്ടുകളിയാണ് പണി. എല്ലാവരും പണി ചീട്ടുകളിയാണ്. കാശില്ലാത്തപ്പോൾ പോയി എന്തെങ്കിലും പണിക്കുക, അത് കഴിഞ്ഞ് വന്ന് ചീട്ട് കളിക്കും. എൻ്റെ ഫാദറിന് അങ്ങനെയാണ് FACTക്ക് എത്തിയ ഈ അന്നത്തെ JNM ഇരിക്കുന്ന ആ മല, ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഇവിടുത്തെ ഈ മല, ഈ ഓഡിക്കോട്ടേഴ്സിൻ്റെ അടുത്ത് ഈ മലയിലൊക്കെ മിക്കവാറും ഈ നാട്ടിലുള്ള എല്ലാ കാരണന്മാരും വന്നിരുന്ന് രഹസ്യമായിട്ട് കാശ് വെച്ച് ചീട്ട് കളിക്കും. ആ ചീട്ട് കളിക്കുന്നിടത്ത് എന്ത് ചെയ്യും? പോലീസും കമ്പനിയിൽ വാച്ചന്മാരാണെന്ന് വാച്ചർമാരും കൂടി വണ്ടിക്ക് വന്ന് ഇവരെ വളഞ്ഞ് പിടിച്ചുകൊണ്ടുപോയിട്ട് ശിക്ഷ കമ്പനിക്ക് എത്തി പണിയെടുപ്പിക്കില്ല. അപ്പോൾ അങ്ങനെ ഉണ്ട് സ്ഥിരം നിങ്ങളിവിടെ വന്ന് പണിയെടുത്തോളം ഇനി ചീട്ട് കളിക്കാൻ പോകാൻ പാടില്ല എന്ന് പറയും. ആരും നിൽക്കില്ല, പിറ്റേന്ന് പോവില്ല. അല്ലെങ്കിൽ ചിലവരും അതിലെടുത്ത് അടി ഉച്ചയാകുമ്പോൾ അതിലെടുത്ത് അവർക്ക് അവിടെ ജയിലിൽ കിടക്കണ പോലെയാണ് കമ്പനി കയറി പണി എടുക്കണത്. പക്ഷേ എൻ്റെ ഫാദറൊക്കെ എന്ന് വെച്ചാൽ അതൊരു വാശിക്കായിരുന്നു. കാരണം അന്ന് ഒരു ഉദ്യോഗസ്ഥൻ ഇവരെന്തോ പണി ചെയ്തില്ല എന്നും പറഞ്ഞു അത് അടിക്കുകയോ മറ്റോ ചെയ്തു. അപ്പോൾ അയാൾക്കിട്ട് കൊടുക്കാൻ വേണ്ടി 2-3 ദിവസം അവിടെ തങ്ങളൊന്നും പറഞ്ഞ് അങ്ങനെ കയറി ഒരു 3-4 പേര് അവിടെ നിന്ന് പോകുന്നില്ല. ബാക്കി എല്ലാവരും പോന്നു. പിന്നെ പുള്ളി അവിടെ ഈ പയ്യപ്പള്ളി വാലിനൊക്കെ ആയിട്ട് കമ്പനിയായി. പയ്യപ്പള്ളി വാലിനൊക്കെ അന്ന് കമ്പനിയിലുണ്ട് കയറുമായിരുന്നു. കമ്പനിയായി TP സേവർ അങ്ങനെ എല്ലാവരുമായിട്ട് കമ്പനിയായി. പിന്നെ അവിടെ നിന്ന് അവിടുത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമൊക്കെ ആയിട്ട് അങ്ങനെ കയറിയവർ അന്ന് ഒരുപാട് പേരുണ്ട്.
പോലീസ് ഓടിച്ചിട്ട് പിടിച്ച് കമ്പനി കയറ്റുവർ. മനസ്സിലായ? അപ്പോൾ അത് ഒരു കാലഘട്ടം. ഇന്നിപ്പോൾ എന്താ, ഇന്നിപ്പോൾ സിറ്റിയിൽ വാതിക്കെട്ട് ചെല്ലാൻ പറ്റുമോ? ഒരു ജോലി കിട്ടുമോ? FSCTയിൽ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു അസാധാരണമായ ഐക്യമാണ് അവിടെ കണ്ടിരുന്നത്. കമ്പനിക്കകത്ത് വിവിധ സംഘടനകളിൽ വൈര്യങ്ങളുണ്ടെങ്കിൽ പോലും ടൗൺഷിപ്പിൽ താമസിക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം FSCT ടൗൺഷിപ്പ് നിവാസികൾ എന്ന് പറയാൻ അതിൻ്റെ ഒരു പ്രത്യേക ഐക്യം. കാരണം അവിടുത്തെ ഓണാഘോഷങ്ങൾ, ക്ലബിൻ്റെ വാർഷികം, അതേപോലുള്ള വിവിധ കലാപരിപാടികൾ, സ്കൂള്, ഇങ്ങനെ വിവിധ രീതിയിൽ സ്ത്രീകളുടെ കൂട്ടമാണെങ്കിലും പുരുഷന്മാരുടെ കൂട്ടമാണെങ്കിലും എപ്പോഴും സജീവമായിരുന്നു. ഹാപ്പിയായിരുന്നു എല്ലാവരും, വളരെ ഐക്യമായിരുന്നു. സിനിമാ തിയേറ്റർ, അവിടെ ഒരു സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു. ഇതെല്ലാ സിനിമകളും അവിടെ വരും. എല്ലാവരും പോയി സിനിമ കാണും, കുട്ടികളും കുടുംബമായിട്ട് പോയി സിനിമ കാണും. അതുപോലെ ആശുപത്രി പോകണമെങ്കിൽ ആ ടൗൺഷിപ്പിനകത്ത് തന്നെ ആശുപത്രി ഉണ്ടായിരുന്നു. സാധാരണ ഇന്ന് നമ്മൾ പലരും സ്വപ്നം കാണുന്ന ഒരു ലോകം, കാരണം ജാതി മതത്തിന് എതിരായി ജാതി മത സ്പർദ്ധകളില്ലാതെ മനുഷ്യനെ ഒന്നായി കാണുന്ന ഒരു സമൂഹം, മാവേലി നാടുവാണിരുന്ന കാലം എന്ന് പറയുന്ന പോലെ ഒരു കാലഘട്ടമായിരുന്നു ആ ടൗൺഷിപ്പിലെ FSCT ജീവനക്കാരുടെ ജീവിതം. ജാതിയോ മതമോ ഒന്നുമില്ല. ഓണം വന്നാൽ എല്ലാവരും ഓണം ആഘോഷിക്കും, പെരുന്നാൾ വന്നാൽ എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കും, ഈസ്റ്റർ വന്നാൽ എല്ലാവരും ഈസ്റ്റർ ആഘോഷിക്കും, ക്രിസ്മസ് വന്നാൽ എല്ലാവരും ആഘോഷിക്കും. അങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള വേർതിരിവ്, ജാതി മത വേർതിരിവ് ഒരിക്കലും ഈ ടൗൺഷിപ്പിലുണ്ടായിരുന്നില്ല. അതാണ് നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്ന, എന്ന് വെച്ചാൽ പഴയ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ മഹത്വം ആ ജനങ്ങളുടെ ഐക്യമായിരുന്നു. FSCTയിലെ ജീവിതം ഇപ്പോൾ എൻ്റെ അനുഭവം, എൻ്റെ കാലഘട്ടത്തിൽ എൻ്റെ ഫാദർ FSCTയിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഞങ്ങൾ 6 പേരായിരുന്നു, 6 മക്കളും. അന്നത്തെ ഫാദറിൻ്റെ ഈ ശമ്പളം കൊണ്ട് ഒരിക്കലും ഈ വീട് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായി. മറ്റു തൊഴിലാളികൾ ഓവർടൈം നിന്ന് പണിയെടുക്കുന്ന പോലെ എൻ്റെ ഫാദർ ഒരു പാർട്ടി പ്രവർത്തനവും ട്രേഡ് യൂണിയൻ പ്രവർത്തകനായതുകൊണ്ട് അതിന് സമയം കിട്ടാറില്ല. അപ്പോൾ എല്ലാ മാസവും നെൽക്കവറാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റോറിൽ FSCT സ്റ്റോറിൽ നിന്നാണ് സാധനം വാങ്ങിക്കുന്നത്. ആ ബുക്കും കൊണ്ടുപോയാൽ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ ഒന്നിച്ച് വാങ്ങിച്ചുകൊണ്ടെന്ന് വയ്ക്കും. ആ ഒന്നിച്ച് വാങ്ങിക്കുന്ന സാധനം കൊണ്ട് ഒരു മാസം കഴിയണം, ഇടയ്ക്ക് വാങ്ങിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ വളരെ ലിമിറ്റ് ചെയ്ത് ഒരു മാസത്തേക്കുള്ള അരിയും സാധനങ്ങളും വാങ്ങിച്ച ആ ഒരു മാസം അല്ലാതെ 25 ദിവസം കൊണ്ടത് തീർന്ന പട്ടിണിയാണ്. അത്ര ദാരിദ്ര്യത്തിലായിരുന്നു. അതിലെ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുകയെന്ന് വെച്ചാൽ പെരുന്നാളിന് ഒരു വസ്ത്രം വാങ്ങിക്കും, സ്കൂൾ തുറക്കുമ്പോൾ ഒരു വസ്ത്രം വാങ്ങിക്കും, 2 ജോഡിയാണ് ആകെ ഒരു കൊല്ലം വസ്ത്രം കിട്ടുന്നത്. അങ്ങനെ തിങ്ങി ഞെരുങ്ങിയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. എൻ്റെ കാലഘട്ടം വന്നതിന് ശേഷവും എനിക്കുണ്ടായ അനുഭവം തന്നെയാണ്. ഫാദറിൻ്റെ ശമ്പളത്തിൻ്റെ 4-5 ഇരട്ടി എനിക്ക് ശമ്പളം കിട്ടുമായിരുന്നെങ്കിലും എനിക്ക് എൻ്റെ അനുഭവം, എനിക്ക് 4 മക്കളും എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളും, അങ്ങനെ ജ്യേഷ്ഠൻ FSCT കൊച്ചിൻ ഡിവിഷനിൽ സർവീസിൽ ഇരിക്കാൻ മരിച്ചു. 23 വയസ്സിൽ മരിച്ചു. ജ്യേഷ്ഠന് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ പിന്നീട് ഞാനാണ് വളർത്തിയത്. ഒരു പെൺകുട്ടിയായിരുന്നു. അവളെ കല്യാണം കഴിച്ചു, അവളിപ്പോൾ സുഖമായിട്ട് ജീവിക്കണം. അപ്പോൾ 5 മക്കളും ഭാര്യയും ഞാനും. എനിക്ക് ഇതേപോലെ തന്നെ ഓട്ടം നിൽക്കാൻ കഴിയില്ല. ഞാനിവിടുന്ന് 5 മണിക്ക് വീട്ടിൽ നിന്ന് ഏലൂരാണ് താമസിക്കുക. ഏലൂരിൽ നിന്ന് പോയാൽ തിരിച്ചു തന്നെ രാത്രി 10-11 മണിക്കാണ് പൊതുപ്രവർത്തനം കഴിഞ്ഞു. അതിനുശേഷം ക്വാർട്ടേഴ്സിൽ 4-5 കൊല്ലം ക്വാർട്ടേഴ്സിൽ താമസിച്ചു. അപ്പോഴെല്ലാം ഇത് തന്നെ സ്ഥിതി. കാരണം നമ്മളുടെ നിത്യ ചിലവ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കയ്യിൽ ഒരു പൈസയില്ല, നമ്മൾ കടത്തിലായിരിക്കും എപ്പോഴും. പക്ഷേ എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഒരു കാരണവശാലും ലോൺ എടുത്ത് ജീവിക്കാൻ പാടില്ല. ഞാൻ എങ്ങൊന്നും ലോൺ എടുക്കില്ല. അതുകൊണ്ട് എനിക്ക് കട്ടും കഴിഞ്ഞാൽ ഒരു 250 രൂപ കൈ കിട്ടും, എനിക്ക് ലോണുകളില്ലാത്തതുകൊണ്ട്. അങ്ങനെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചു. അവരുടെ ആഗ്രഹം അനുസരിച്ചൊന്നും പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഫാക്ടറി സ്കൂളിൽ 10ാം ക്ലാസ് വരെയുള്ള സൗജന്യ വിദ്യാഭ്യാസം വലിയ അനുഗ്രഹമായിരുന്നു. ആ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം പിള്ളേരെ
പ്രാഥമികമായിട്ട് ITA ഡിപ്ലോമ അങ്ങനെ പഠിപ്പിച്ചു. ഏറ്റവും ഇളയ ആളെ ഇവിടെ ഫുഡ് ക്രാഫ്റ്റിൽ വിട്ടു. അവന് വലിയ പഠനമൊക്കെ ആഗ്രഹം ഉണ്ടായതാണ്, പക്ഷേ പണമില്ലാത്തതുകൊണ്ട് അതിന് കഴിഞ്ഞില്ല. കേരളത്തിൻ്റെ വ്യവസായ ചരിത്രത്തിൽ FACT നൽകിയ സംഭാവന പോലെ മറ്റേതെങ്കിലും ഒരു സ്ഥാപനം നൽകിയായിട്ട് എൻ്റെ അറിവിലില്ല. കാരണം അത് കേവലം ഇന്ത്യയിലെ ആദ്യത്തെ വളം ഉൽപ്പാദക വ്യവസായമാണ് FACT. ആ FACT സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ആരംഭിച്ച വ്യവസായം ശേഷസായി ബ്രദേഴ്സിൻ്റെ കാലത്ത് അതിനുശേഷം അത് പൊതുമേഖലയിലായ അന്ന് മുതൽ അതിൻ്റെ വളർച്ച ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലായി. ഉദ്യോഗമണ്ഡലിൽ 2000 ഏക്കർ ഭൂമിയും അമ്പലമേട് 1500 ഏക്കർ ഭൂമിയും MKK നായരുടെ കാലത്ത് ഏറ്റെടുക്കുമ്പോൾ ഇതൊരു വലിയ സ്ഥാപനമായിട്ട് വിഭാവനം ചെയ്താണ് അതൊക്കെ ഏറ്റെടുത്തത്. പക്ഷേ പിന്നീട് മാറി വന്ന ഗവൺമെൻറ്റുകൾ ആ പൊതുമേഖലയുടെ ആശയത്തിൽ ഒരുപാട് വെള്ളം ചേർത്തു. MKK നായരുടെ നേതൃത്വത്തിൽ FACT ഇവിടെ പടുത്തുയർത്തുമ്പോൾ കേവലം വളവുൽപാദന വ്യവസായം എന്ന നിലക്ക് മാത്രമല്ല, കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തും കലാരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും എല്ലാം വലിയ ഒരു മാതൃകയാക്കുന്ന രീതിയിലായിരുന്നു വിഭാവനം ചെയ്തത്. കഥകളി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കഥകളി കേന്ദ്രം FACT ആയിരുന്നു. കലാമണ്ഡലം ഹൈദരാലി ഉൾപ്പെടെ കഥകളി കേന്ദ്രത്തിൽ ചേർന്ന ആളാണ്. അവിടെ കഥകളി പഠിപ്പിക്കുന്ന കേന്ദ്രമുണ്ട്. അകത്തുനിന്ന് 10 പേരെ സെലക്ട് ചെയ്തതിൽ എന്നെ സെലക്ട് ചെയ്തായിരുന്നു ഒരു ടൈമിൽ. അങ്ങനെ എന്നെ സെലക്ട് ചെയ്ത് ഞാൻ കഥകളി പഠിക്കാൻ പോയി. അപ്പോൾ ഉപ്പ അതിനെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ കഥകളി പഠിക്കാൻ തുടങ്ങി 1 മാസം കഴിഞ്ഞപ്പോൾ ആരോ ഉമ്മയുടെ അടുത്ത് പറഞ്ഞ്, ഇത് അമ്പലത്തിൻ്റെ കളിയാണ്, ഹിന്ദുക്കളുടെ കളിയാണ്, അത് മുസ്ലിങ്ങൾ ഇതുവരെ അതിൽ കളിക്കാൻ പോയിട്ടില്ല, അത് പഠിക്കണത് ശരിയല്ല എന്ന് പറഞ്ഞ് അപ്പം മുതൽ ഉമ്മക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. പിന്നെ ഉമ്മ എന്നെ വിടൂല, എന്ത് ചെയ്താലും വിടൂല. ഉപ്പ ഒരുപാട് പറഞ്ഞു നോക്കി, ഞാനും ഒരുപാട് കരഞ്ഞു നോക്കി. പക്ഷേ ഉമ്മയുടെ ആ വാശിക്ക് വഴങ്ങി, ഉമ്മയുടെ സങ്കടത്തിന് വഴങ്ങി, പിന്നെ അത് നിർത്തി. അപ്പോൾ അങ്ങനെ ഞാനും ഹൈദരാലിയും ഒരേ സമയം അവിടെ കഥകളി പഠിക്കാനിടയായെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ അന്ന് ഉമ്മ വാശി പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ കഥകളിക്കാരനായിട്ട് മാറിയനെ. ഹൈദരാലി പാട്ടുകാരനാണ്, ഞാൻ നടന മേഖലയ്ക്ക് മാറേണ്ടി വന്നേനെ. അപ്പോൾ അങ്ങനെ സാംസ്കാരിക രംഗത്ത് FACT ചെയ്തിട്ടുള്ള സംഭാവന നിരവധി കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, ഇപ്പോൾ KS നമ്പൂതിരി സാറ്, അതുപോലെ മാധവൻകുട്ടി സാറ്, അതുപോലെ നിരവധി സാഹിത്യകാരന്മാരുണ്ടായിരുന്നു. അങ്ങനെ ആദർശ FACT സ്കൂളിൽ പഠിച്ച ആളാണ്. നാഷ ഫാമിലി ഇവിടെ തന്നെ ആയിരുന്നു. കാരണം നാഷയുടെ വാപ്പ കാർബോറണ്ടം കമ്പനിയിൽ ജോലി കിട്ടുന്നതിന് മുമ്പ് തന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ വലിയ കഷ്ടപ്പെട്ട ജീവിതമായിരുന്നു. അത് കഴിഞ്ഞ് കാർബോറണ്ടം ജോലി കിട്ടിയതിന് ശേഷം ഒരു വീട് വെക്കാനും സ്ഥലം വാങ്ങിക്കാനും എല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടു. ഉപ്പാക്ക് വലിയ ഇഷ്ടപ്പെട്ട മോനായിരുന്നു അവൻ, എൻ്റെ ഉപ്പാക്ക്. അപ്പോൾ ഇവിടെയായിരുന്നു അവന് കൂടുതൽ സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഉപ്പയാണ് അവനെ കൊണ്ടുപോയി പാട്ട് പഠിപ്പിക്കാൻ ചേർത്ത്. അങ്ങനെ ഫാക്ടറി സ്കൂളിൽ ചേർത്തും ഉപ്പായാണ്. ഫാക്ടറി സ്കൂളിൽ നിന്ന് പുറത്തുനിന്ന് ആളെ എടുക്കൽ പ്രയാസമായിരുന്നു, വളരെ അപൂർവമായിട്ട് എടുക്കുള്ളായിരുന്നു. അങ്ങനെ അവനെ അതിന് പ്രോത്സാഹിപ്പിച്ച് അവിടെ നിന്നാണ് അവൻ ആ രംഗത്ത് വളർന്നു വന്നത്. അവൻ്റെ വാപ്പ മരിച്ചതിന് ശേഷം അവന് കാർബോറണ്ടത്തിൽ തന്നെ ജോലി കിട്ടി. പക്ഷേ ജോലി കിട്ടുന്ന സമയത്ത് ഇവൻ ഈ രംഗത്തേക്ക്, മിമിക്രി രംഗത്തേക്ക്
കടന്നു വന്ന സമയമാണ്. അവസരങ്ങൾ കൂടി വന്നു. അവന് ഒരുപാട് പ്രോത്സാഹനം കിട്ടി. ജോലി ഇതും കൂടി നടക്കാൻ പറ്റാതെ അങ്ങനെ ജോലി ഉപേക്ഷിച്ച് ഈ രംഗത്തേക്ക് മാറി. അങ്ങനെ ഒരുപാട് ത്യാഗം സഹിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് വെറുതെ ഒരു കലാകാരനായിട്ട് വളർന്നതല്ല അവൻ. നന്നായി ദാരിദ്ര്യത്തിൽ നിന്ന് വളർന്നു വന്ന് കഷ്ടപ്പെട്ട് ഈ രംഗത്തേക്ക് പൊങ്ങിക്കയറിയതാണ്. ഞാൻ FSITയിൽ റിട്ടയർഡ് ആകുന്നത് 2012 2012 റിട്ടയർഡായി 1977 കമ്പനിയിൽ പ്രവേശിച്ചു. റിട്ടയർഡായതിനു ശേഷം 10 കൊല്ലം കൂടി ഞാൻ ഏതാണ്ട് 10 കൊല്ലം FSITയിലെ CIT യൂണിയൻ്റെ ഭാരവാഹിയായി തുടർന്നു. അതിന് ശേഷം കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് ആ യൂണിയൻ്റെ നേതൃത്വ പദവിയിൽ നിന്നും മാറി. ഇപ്പോൾ കാർബറോണ്ടം യൂണിവേഴ്സിലെ പെർമനൻ്റ് ജീവനക്കാരുടെയും ക്യാൻറ്റീൻ തൊഴിലാളികളുടെയും 2 യൂണിയനുണ്ട്. അതിൻ്റെ പ്രസിഡൻ്റായിട്ട് തുടരുന്നുണ്ട്. അതുപോലെ PF പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ കമ്മിറ്റിയിലെ ഒരു ഭാരവാഹിയാണ്. അതുപോലെ ഫാക്ട് റിട്ടയർഡ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ഒരു ഭാരവാഹിയാണ്. അങ്ങനെ വിവിധ ട്രേഡ് യൂണിയൻ്റെ സംഘടനയിലും റിട്ടയർഡ് തൊഴിലാളികളുടെ സംഘടനയിലും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. CPMൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. അങ്ങനെ പൊതുരംഗത്ത് പരമാവധി സജീവമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. കുടുംബം എൻ്റെ ഭാര്യയും 4 മക്കളുമാണ്. ഈ മൂത്ത 2 മക്കൾ കുവൈറ്റ് ഓയിൽ കമ്പനിയിൽ ഒരാൾ എൻജിനീയറായിട്ട് വർക്ക് ചെയ്യണു, ഒരാൾ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യണു. മെക്കാനിക്കൽ വിഭാഗത്തിലാണ് അവർ ജോലി ചെയ്യുന്നത്. അതേപോലെ 3-ാമത്തെ ആൾ എയർ ഇന്ത്യയിലെ ജീവനക്കാരനാണ്. എയർ ഇന്ത്യയിൽ അവൻ ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യണം. 4-ാമത്തെ ആൾ ഈജിപ്തിലെ ഒരു വലിയ ഹോട്ടലിലെ 5 സ്റ്റാർ ഹോട്ടലിലെ ഷെഫാണ്. അവിടുത്തെ ഏതാണ്ട് 600 ചില്ലാൻ തൊഴിലാളികളിൽ ഇവൻ ഒരാൾ മാത്രമേ അവിടെ ഇന്ത്യക്കാരനായിട്ടുള്ളൂ. അങ്ങനെ വിവിധ ഹോട്ടലിൽ ഷെഫായി ജോലി ചെയ്ത് ഇപ്പോൾ ഈജിപ്തിൽ വർക്ക് ചെയ്യണു. അങ്ങനെ 4 മക്കളും വിദേശത്ത് ജോലി ചെയ്യുകയാണ്. FSIT ലൈഫിൽ എനിക്ക് മറക്കാനാകാത്ത എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ വിചാരിക്കാത്ത ഒരു വ്യക്തി എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. കാരണം ഞാൻ 79 മുതൽ FSITയിലെ യൂണിയൻ ലീഡർഷിപ്പിലുണ്ട്. അതിനുശേഷം വന്ന നിരവധി CMDമാർ മാറി വന്ന CMDമാരുമായിട്ട് പരിചയമുണ്ട്. ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്നവരുണ്ട്, മലയാളം അറിയാൻ പാടില്ലാത്തവരുണ്ട്. അതിൽ വ്യത്യസ്തനായ ഒരു CMD ആയിരുന്നു റായ് സാറ്. റായ് സാറ് ഇവിടെ വരുമ്പോൾ മലയാളം ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ പെട്ടെന്ന് അത്യാവശ്യം മലയാളം സംസാരിച്ചാൽ മനസ്സിലാകുന്ന ഒരു വ്യക്തിയായിരുന്നു. റായ് സാറിനെ സംബന്ധിച്ച് എല്ലാ തൊഴിലാളികൾക്കും എല്ലാ നേതാക്കന്മാർക്കും നല്ല അഭിപ്രായമുള്ളവരാണ്. ഒരു അഴിമതിയുടെ കറപുറല്ലാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ FSITയിൽ നിന്ന് പോയിട്ട് നിരവധി വർഷങ്ങളായി. അതിനുശേഷം ഒരു കോണ്ടാക്റ്റും ഇല്ല. നമ്മളങ്ങനെ ചിന്തിക്കുന്ന പോലുമില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും സന്ദർഭം വരുമ്പോൾ ചിന്തിക്കുന്നത്. ഒരു ദിവസം 2 കൊല്ലം മുമ്പ് ഒരു ദിവസം ഒരു ഫോൺ വന്നു. ഫോൺ വന്നത് സാധാരണ പരിചയമില്ലാത്തൊരു ശബ്ദമാണ്. വളരെ കൊഞ്ചി മലയാളത്തിൽ വളരെ കൊഞ്ചി സംസാരിക്കുന്നു. ഞാൻ റായ് ആണ്, വീട്ടിലുണ്ടോ? ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ ഇത് വിശ്വസിക്കുന്ന കഴിയാത്ത ഒരവസ്ഥ വന്നു. ആരെങ്കിലും എന്നെ പറ്റിക്കുന്ന ആരെങ്കിലും ധരിച്ചത്. പറഞ്ഞ പോലെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ FSITയുടെ കാറിൽ
FACTയിലെ ഡ്രൈവർ റായ് സാറും ആയിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. ഞാൻ വാസ്തവം പറഞ്ഞാൽ എനിക്ക് എന്തെന്നില്ലാത്ത അത്ഭുതമായിരുന്നു. ഞാൻ വിളിച്ച് കയറ്റി അകത്ത് ഒന്ന് ചായയൊക്കെ കുടിച്ച് ഒരു കുറേ നേരം ഒരു വർത്തമാനമൊക്കെ പറഞ്ഞ് എൻ്റെ ഭാര്യയെ നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഒരു പഴയ ആ ഒരു സൗഹൃദം പുതുക്കുന്ന ഒരു ബന്ധം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നെപ്പറ്റി സൂക്ഷിച്ചിരിക്കുക എന്ന് വെച്ചാൽ FACTയിലേക്ക് ഒരു പ്രത്യേക പരിപാടിക്ക് ക്ഷണിതാവായിട്ട് വന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. FACT ക്ഷണിച്ചിട്ട് വന്ന ആളാണ്. ആദ്യം എൻ്റെ വീട്ടിൽ കയറി എന്നെ കണ്ടിട്ട് പോകാമെന്ന് തീരുമാനിച്ച അത്ര ബന്ധം അദ്ദേഹത്തിന് ഞാനുമായി ഉണ്ട് എന്നുള്ളത് എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെ പറ്റിയുള്ള ആ ബഹുമാനം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നെ പറ്റിയുള്ള സ്നേഹം ആയി ഉണ്ടെന്നുള്ളത് എനിക്ക് അന്ന് പ്രകടമായി. കാരണം അത് എന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത എൻ്റെ ഒരു അനുഭവമായിരുന്നു റായ് സാറിൻ്റെ ആ വരവും പോക്കും. ഫാക്റ്റ് മെമ്മറീസ് അവരുമായി എൻ്റെ ഈ അനുഭവം, എൻ്റെ ഈ സർവീസ് കാലത്തെ അനുഭവം പങ്കുവെക്കാൻ ഇടയായതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അവർക്ക് ഫാക്റ്റ് മെമ്മറീസ് ചാനലിൻ്റെ എല്ലാവിധ ഭാവങ്ങളും അർപ്പിക്കുന്നു.